പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 22-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആരാണ് നമ്മളുടെ ദൈവം? സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് ആരാകുന്നു എന്നാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിക്കുവാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. നാം തുടർച്ചയായി ദിവസങ്ങളിൽ ധ്യാനത്തോളം ബന്ധത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ദൈവം നമുക്ക് ആരാണെന്നുള്ളതാണ്. ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സങ്കീർത്തനക്കാരൻ 22-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പലവിധമായ പ്രയാസങ്ങളിലും സാഹചര്യങ്ങളിലും കെട്ടപ്പെട്ട് കിടക്കുന്നതായ നമ്മെ, ആ സാഹചര്യങ്ങൾ നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നവനായ ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുകയും അവിടെ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ അതിനെ അഴിച്ചെടുക്കണം, നിങ്ങൾ അതിനെ വിടുവിച്ചെടുക്കണം. ആരെങ്കിലും എന്തിനിതിനെ അഴിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ ആ ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഭാഗം പറയുന്നു, അഴിച്ചെടുക്കുക, വിടുവിച്ചെടുക്കുക. ദൈവത്തിന് സ്തോത്രം. കാലാകാലങ്ങളായി പലവിധമായ അടിമത്തത്തിൽ കിടക്കുന്ന സാഹചര്യത്തിൽ നിന്നും വിടുവിച്ചെടുക്കുന്നവനായ ദൈവത്തിന് സ്തോത്രം. ദീർഘവർഷങ്ങൾ മിസ്രൈമിലെ ഫറവോന്റെ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിച്ചെടുത്ത സംഭവം നമുക്കറിയാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം ആരാണ്? നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ബന്ധനജനകമായ അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട സകല സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നവനായ ദൈവത്തിന് സ്തോത്രം. പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നു, ദൈവം തന്റെ ദാസനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നു, ദൈവം തന്റെ ദാസനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ദാനിയേൽ സുങ്കത്തിന്റെ ഗുഹയിൽ അകപ്പെട്ടു പോയി, അവിടെ നിന്നും ദൈവം വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ചന്ദ്രക്ക് മേശയ്ക്ക് അഭേദ്രകവും 3 ബാലന്മാർ തീച്ചുളയിലേക്ക് എറിയപ്പെട്ടു, ദൈവം അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇവിടെ വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ പറയുന്നു, പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽക്കാലം നമ്മുടെ പിതാക്കന്മാരെ വിടുവിച്ച ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. നമ്മുടെ പിതാക്കന്മാരെ രക്ഷിച്ച ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പകൽ വേളയിൽ ദൈവം നമുക്ക് ആരാണ്? ദൈവം നമ്മൾ വിടുവിക്കുന്ന ദൈവമാണ്. ഏത് സാഹചര്യത്തിലാണോ ശത്രു നിന്നെ ബന്ധിച്ച് ഒതുക്കി വെച്ചിരിക്കുന്നത്, നിന്റെ ആത്മീക മണ്ഡലങ്ങളിൽ ശത്രു നിന്നെ ബന്ധിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം അവിടെ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. നിന്റെ ഭൗമിക മണ്ഡലങ്ങളിൽ പിശാച് നിന്നെ ബന്ധിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. നിന്റെ ആരോഗ്യ മണ്ഡലങ്ങളിൽ ശത്രു നിന്നെ ബന്ധിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ അവിടുന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം വിളിച്ചറിയിക്കുന്ന സത്യം, എല്ലാ ബന്ധനാവസ്ഥയിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. അനേക നാളുകളായി പക്ഷപാതത്താൽ ബന്ധിക്കപ്പെട്ട മനുഷ്യനെ ദൈവം തന്റെ വാക്ക് കൊണ്ട് വിടുവിച്ചു കൊണ്ടുവരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു, ആദിമപിതാക്കന്മാരെ വിടുവിച്ച ദൈവം ഇന്ന് പകൽക്കാലം നമ്മളോട് ദൂത് പറയുന്നു, അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ പോകുന്നു എന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂതായി നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണോ കെട്ടപ്പെട്ട് കിടക്കുന്നത്, ഏതൊക്കെ മേഖലയിലാണോ ശത്രു നിങ്ങളെ ഒതുക്കി വെച്ച് പോയത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയച്ച് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾ പോകുന്ന വഴികളിൽ ദൈവം നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ മുൻപ് നിങ്ങൾ വഴി യാത്രയിൽ നിങ്ങൾ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ശത്രു വഴികളിൽ ഒരുക്കി വെച്ച എല്ലാ ബന്ധനങ്ങളെയും അതിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആകയാൽ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. നിങ്ങളെ ഞെരുക്കുന്ന സകല വിഷയത്തിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ ദൈവത്തോട് ചേർന്ന് നടക്കുക. ദൈവം നിങ്ങളെ വിടുവിക്കും. ഏത് സാഹചര്യത്തിലായാലും നിങ്ങൾ ഭയപ്പെടേണ്ട. ശത്രു എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ശത്രു അവന്റെ പണി എന്ന് പറയുന്നത് നമ്മെ ബന്ധിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പദ്ധതി എന്താണ്? നമ്മെ ശത്രു ബന്ധിച്ച ബന്ധനങ്ങളും നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. നമ്മുടെ ആത്മീക മണ്ഡലങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തെയും ആരാധന ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും വിശുദ്ധ ജീവിതത്തെയും നമ്മെ കെട്ടിവെച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നത്,
പറയുന്നു, അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. നിന്റെ കുടുംബത്തിനകത്ത് വേണ്ട സന്തോഷം നൽകേണ്ട സ്ഥാനം, ലഭിക്കേണ്ട സ്ഥാനത്ത് സന്തോഷത്തെ കെടുത്തുന്ന ഇരുട്ടിന്റെ അവസ്ഥകൾ ഉള്ളറകളിലേക്ക് പിശാച് നിന്നെ തള്ളിയിട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ വചനത്തെ വിശ്വസിക്കുക, നിങ്ങളെ ദൈവം വിടുവിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കുക, ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് ഈ ചാനൽ, ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളിൽ കൂടെ മറ്റൊരാൾ കൂടെ ഈ വചനം കേൾക്കട്ടെ, അവരും ദൈവത്താൽ വിടുവിക്കപ്പെടട്ടെ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.